ജയ്പൂരിലെ പ്രാന്തപ്രദേശത്തുള്ള ഒരു സജീവമായ ഗ്രാമത്തിൽ രവി എന്നൊരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. രവിക്ക് അതിമോഹവും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മാരകമായ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തൻ്റെ സുഹൃത്തുക്കളുടെയും സമപ്രായക്കാരുടെയും ഗ്ലാമറസ് ജീവിതത്തിനെതിരെ തൻ്റെ വിജയം അളക്കാൻ അദ്ദേഹം മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തു. നിരന്തര താരതമ്യം അവനെ അപര്യാപ്തനും നിവൃത്തിയില്ലാത്തതായി തോന്നുന്നതും അഗാധമായ അസന്തുഷ്ടിയും അനുഭവിപ്പിച്ചു. ഒരു ദിവസം രവിക്ക് ഒരു ഹൈസ്കൂൾ റീയൂണിയനിലേക്ക് ക്ഷണം ലഭിച്ചു. പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരമായിരുന്നു അത്. പക്ഷേ അത് അവൻ്റെ ഉത്കണ്ഠയ്ക്ക് കാരണമായി. അവൻ്റെ സഹപാഠികൾ കൂടുതൽ വിജയിച്ചാലോ, അവർക്ക് മെച്ചപ്പെട്ട ജോലികളോ വലിയ വീടുകളോ അല്ലെങ്കിൽ കൂടുതൽ ആവശ്യകരമായ ജീവിതമോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? ഈ ചിന്ത അവനെ അസ്വസ്ഥനാക്കി. പക്ഷേ സ്വയം തെളിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ എന്തായാലും പങ്കെടുക്കാൻ അവൻ തീരുമാനിച്ചു. പുനഃസമാഗമത്തിൽ പരിചിതമായ മുഖങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരുന്നെങ്കിലും ആൾക്കൂട്ടത്തിൽ അയാൾക്ക് ഒരു അപരിചിതനെ പോലെ തോന്നി. അവൻ്റെ പഴയ സുഹൃത്ത് അഞ്ജലി ഇപ്പോൾ ഒരു വിജയകരമായ സംരംഭകയായി മാറി. അവളുടെ സ്വന്തം ഓർഗാനിക് ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. വിക്രം, അദ്ദേഹത്തിൻ്റെ മുൻ സഹപാഠി, ഇപ്പോൾ പ്രശസ്ത ശസ്ത്രക്രിയാ വിദഗ്ധനായി. അദ്ദേഹത്തിൻ്റെ സ്കൂൾ പ്രണയിനിയായ പ്രിയ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നിരവധി നോവലുകളുള്ള ഒരു പ്രശസ്ത എഴുത്തുകാരിയായിരുന്നു. അവരുടെ കഥകൾ കേട്ടപ്പോൾ തൻ്റെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നതായി രവിക്ക് തോന്നി. ഒത്തുചേരലിന് ശേഷം രവി നിരാശനായി വീട്ടിലേക്ക് മടങ്ങി. സുഹൃത്തുക്കളുമായി തന്നെ താരതമ്യം ചെയ്യുന്നത് നിർത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവൻ കൂടുതൽ ചെയ്യും തോറും മോശമായി തോന്നി. അവൻ അതിജീവിക്കുമ്പോൾ മറ്റെല്ലാവരും അഭിവൃദ്ധി പ്രാപിക്കുന്നത് പോലെ തോന്നി. തനിക്ക് സഹായം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന മാസ്റ്റർ യാഷ് എന്ന സെൻ സന്യാസിയിൽ നിന്ന് മാർഗനിർദ്ദേശം തേടി. മാസ്റ്റർ യഷ് ബുദ്ധിമാനും സൗമ്യനുമായ ഒരു അധ്യാപകനായിരുന്നു. ജീവിതത്തിൽ വഴിമുട്ടിയതായി തോന്നുന്നവർക്ക് വ്യക്തത നൽകാനുള്ള കഴിവിന് അദ്ദേഹം പേരുകേട്ടതായിരുന്നു. രവി ക്ഷേത്രം സന്ദർശിക്കുകയും താരതമ്യത്തോടും സ്വയം സംശയത്തോടും കൂടി തൻ്റെ പോരാട്ടങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. മാസ്റ്റർ യഷ്, രവി പറഞ്ഞു, എനിക്ക് എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്താൻ കഴിയുന്നില്ല. ഞാൻ എപ്പോഴും എന്തൊക്കെയോ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് എങ്ങനെ സമാധാനം കണ്ടെത്താനും എൻ്റെ സ്വന്തം യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും? ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് മാസ്റ്റർ യഷ് തലയാട്ടി. രവി, അദ്ദേഹം പറഞ്ഞു, താരതമ്യം സന്തോഷത്തിൻ്റെ കള്ളനാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം പാത കാണാതെ പോകുന്നു. എല്ലാവരും ചെയ്യുന്നതെന്തെന്ന് നോക്കുന്നത് നിർത്തി സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് വ്യക്തിഗത വളർച്ചയുടെ താക്കോൽ. ഞാനൊരു കഥ പറയട്ടെ. മാസ്റ്റർ യഷ് രവിയെ ക്ഷേത്രാങ്കണത്തിൻ്റെ ശാന്തമായ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു. പൂന്തോട്ടം നിറയെ പൂക്കളായിരുന്നു. ഓരോന്നിനും ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും. വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു താമരപ്പൂവിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി. ഈ താമരയെ നോക്കൂ, മാസ്റ്റർ യഷ് പറഞ്ഞു. പൂന്തോട്ടത്തിലെ മറ്റു പൂക്കളെക്കുറിച്ച് അത് വിഷമിക്കുന്നില്ല. അത് റോസാപ്പൂവോ ഡെയ്സിയോ ആകാൻ ശ്രമിക്കുന്നില്ല. അത് കേവലം പൂക്കുന്നു, സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ടാണ് അത് വേറിട്ട് നിൽക്കുന്നത്. അതിൻ്റെ യാത്ര അതുല്യമാണെന്ന് അത് മനസ്സിലാക്കുന്നു. സ്വന്തം യാത്രകൾ മറന്നു പോകുന്ന വിധം മറ്റുള്ളവരുടെ യാത്രകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി രവി ശ്രദ്ധിച്ചു. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താൻ അദ്ദേഹം വളരെയധികം സമയം ചെലവഴിച്ചു. സ്വന്തം കഴിവുകൾ നഷ്ടപ്പെട്ടു. വ്യക്തിഗത വളർച്ചയിലേക്കുള്ള ആദ്യപടി, മാസ്റ്റർ യഷ് തുടർന്നു, താരതമ്യം ഉപേക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് എത്ര ചെറുതാണെന്ന് തോന്നിയാലും നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുക. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് വിഷമിക്കേണ്ട. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളർച്ചയും സ്വയം കണ്ടെത്തലിനും ഇടം സൃഷ്ടിക്കുന്നു. ഒരു ആശ്വാസം തോന്നി രവി തലയാട്ടി. മറ്റുള്ളവർക്കെതിരെ നിരന്തരം തൻ്റെ മൂല്യം അളക്കുന്ന തൻ്റെ ഏറ്റവും മോശമായ വിമർശകനായിരുന്നു താനെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്വന്തം യാത്രയെ അഭിനന്ദിക്കാനും ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് സാധൂകരണം തേടുന്നത് അവസാനിപ്പിക്കാനും അയാൾ പഠിക്കേണ്ടതുണ്ട്. അടുത്ത ഏതാനും ആഴ്ചകളിൽ മാസ്റ്റർ യഷിൻ്റെ പഠിപ്പിക്കലുകൾ രവി പരിശീലിച്ചു. അവൻ സോഷ്യൽ മീഡിയയിൽ സ്വയം സമയം
പരിമിതപ്പെടുത്തി സുഹൃത്തുക്കളുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തി. സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവൻ ചെറുതും കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും ഓരോ നാഴികക്കല്ലും അത് എത്ര ചെറുതായി തോന്നിയാലും ആഘോഷിക്കുകയും ചെയ്തു. സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ രവിക്ക് ഒരു മോചനം അനുഭവപ്പെട്ടു. മറ്റുള്ളവരുമായി മത്സരിക്കേണ്ടതിൻ്റെ ആവശ്യകത അയാൾക്ക് തോന്നിയില്ല. ആത്മവിശ്വാസത്തിൻ്റെ ഒരു പുതിയ തലം അവൻ കണ്ടെത്തി. അവൻ്റെ ജോലി മെച്ചപ്പെട്ടു. അവൻ്റെ ബന്ധങ്ങൾ ദൃഢമായി. അവൻ്റെ ജീവിതത്തിൽ അയാൾക്ക് കൂടുതൽ സംതൃപ്തി തോന്നി. ഒരു ദിവസം മാസ്റ്റർ യഷിൻ്റെ മാർഗനിർദ്ദേശത്തിന് നന്ദി പറയാൻ രവി ക്ഷേത്രത്തിലേക്ക് മടങ്ങി. എൻ്റെ യാത്ര അദ്വിതീയമാണെന്ന് കാണാൻ നിങ്ങൾ എന്നെ സഹായിച്ചു, അദ്ദേഹം പറഞ്ഞു. എനിക്ക് എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ സ്വന്തം വളർച്ചയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മാസ്റ്റർ യഷ് പുഞ്ചിരിച്ചു. ഓർക്കുക രവി, വ്യക്തിഗത വളർച്ച ഒരു ആജീവനാന്ത യാത്രയാണ്. ഇത് മറ്റുള്ളവർക്കാൾ മികച്ചതായിരിക്കണമെന്നല്ല, ഇന്നലെ നിങ്ങൾ മികച്ചതായിരിക്കുക എന്നതാണ്. നിങ്ങളുടെ പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നത് തുടരും. വീണ്ടും ലക്ഷ്യബോധത്തോടെ രവി ക്ഷേത്രം വിട്ടു. വ്യക്തിപരമായ വളർച്ചയുടെ താക്കോൽ സ്വന്തം യാത്രയെ സ്വീകരിക്കുകയും മറ്റുള്ളവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. താരതമ്യങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തം പുരോഗതി ആഘോഷിക്കുന്നതിലൂടെ ആന്തരിക സമാധാനത്തിലേക്കും ശാശ്വത സന്തോഷത്തിലേക്കുമുള്ള ഒരു പാത അദ്ദേഹം തുറന്നു. If you love to watch this video, you can like, share and subscribe.